പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ കെ.എൻ. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത്. അതിപ്പോൾ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് തള്ളിയിരിക്കുന്നു. നേരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആനന്ദ്കുമാറിനെ പിന്നീട് ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ആനന്ദ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കേസുകൾ പല ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ജാമ്യത്തിനായി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിലും രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നും ആനന്ദ്കുമാറിന് നേരിടേണ്ടി വന്നിരുന്നു. കോടതി പറഞ്ഞൊരു കാര്യം, ഈ ജാമ്യവുമായി സമീപിക്കുന്ന ആളുകൾ ആശുപത്രിയിലാകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല, അത് അനുവദിക്കാനാകില്ല എന്ന് കോടതി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളി ആനന്ദ്കുമാറിന് സുഖമായി ജയിലിൽ തുടരാം. എസ് ശ്രീകാന്താണ് വാർത്ത നൽകിയത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വിഷ്ണു സുരേഷ് നൽകുന്നുണ്ട്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലവിൽ ആനന്ദകുമാർ ജയിലിലുള്ളതെന്ന് എസ് ശ്രീകാന്ത് നേരത്തെ അറിയിച്ചിരുന്നു. ആനന്ദകുമാറിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ആരോഗ്യസ്ഥിതി മോശം എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചില്ലെങ്കിൽ ജയിലിലായിരിക്കും ഈ ചോദ്യം ചെയ്യലെന്ന് കൂടി വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യൽ? ഉമേഷ്, ആനന്ദകുമാറിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കോതമംഗലം കോടതിയിൽ എത്തിച്ച് തിരിച്ച് ആംബുലൻസിലാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്. അത്രയും മോശമാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ ലഭിച്ചില്ലെങ്കിൽ ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2 കേസുകളിലാണ് ആനന്ദകുമാറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 10ഓളം കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 10 കേസുകളിൽ. ആ കേസുകളിലൊക്കെ കൂടി ജാമ്യം ഇനി ലഭിക്കേണ്ടതുണ്ട് പുറത്തിറങ്ങണമെങ്കിൽ. അതിന് പിന്നാലെ ഇനി കൂടുതൽ കേസുകൾ, അദ്ദേഹത്തിനെതിരെ ഏകദേശം 50ലധികം പരാതികൾ ഇതിനോടകം തന്നെ ഉണ്ട്. ആ കേസുകളിൽ കൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. പുറത്തിറങ്ങൽ ഈ ഘട്ടത്തിലൊന്നും ഉണ്ടാകില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ആരോഗ്യസ്ഥിതി മോശമായതാണ് ചോദ്യം ചെയ്യലിനൊരു തടസ്സമായി നിൽക്കുന്നത്. പക്ഷെ അത് മറികടക്കാൻ ജയിലിനകത്ത് എത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാർ എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ഈ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യും. ഉമേഷ്, ശരി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.